ഒരു ദിവസം ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ നാരദമുനി പിതൃലോകത്ത് വെച്ച് പാണ്ഡവരുടെ പിതാവായ പാണ്ഡുവിനെ കണ്ട കാര്യം സൂചിപ്പിച്ചു. മക്കൾ ഒരു രാജസൂയ യാഗം കഴിക്കണമെന്നത് പാണ്ഡുവിൻ്റെ ആഗ്രഹമാണെന്നും അധികം വൈകാതെ അത് നിറവേറ്റണമെന്നും പാണ്ഡവരോട് പറഞ്ഞ ശേഷം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്രയായി. ഇന്ദ്രപ്രസ്ഥത്തെത്തിയ കൃഷ്ണനുമായി പാണ്ഡവർ രാജസൂയത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തു. നാരദ മഹർഷി പറഞ്ഞ കാര്യം ശരിയാണ്. രാജസൂയം നടത്തേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ അതിനു മുന്നോടിയായി ജരാസന്ധനെ ജയിക്കണം, എങ്കിലേ രാജസൂയം നിർവഹിക്കാനാവുകയുള്ളൂ. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട പാണ്ഡവർക്ക് അത്ഭുതമായി. അപ്പോൾ ഭഗവാൻ ജരാസന്ധന്റെ കഥ പറഞ്ഞു തുടങ്ങി. കാശി രാജാവിൻ്റെ ഇരട്ടപ്പറ്റ 2 പെൺകുട്ടികളെ മഗധയിലെ രാജാവായ ബൃഹദ്രഥൻ വിവാഹം ചെയ്യുകയുണ്ടായി. വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടും തനിക്ക് സന്തതികളൊന്നും ഉണ്ടായിക്കാണാത്തതിൽ ദുഃഖിതനായ ബൃഹദ്രഥൻ ഗൗതമപുത്രനായ ചണ്ഡകൗശികനോട് സങ്കടം ബോധിപ്പിച്ചു. ചണ്ഡകൗശികൻ ദിവ്യശക്തിയുള്ള ഒരു മാമ്പഴം ബൃഹദ്രഥന് കൊടുത്തു. ആ മാമ്പഴം ബൃഹദ്രഥൻ തൻ്റെ 2 ഭാര്യമാർക്കുമായി പകുത്തു കൊടുത്തു. മാമ്പഴത്തിൻ്റെ പകുതി മാത്രം 2 പേരും ഭക്ഷിച്ചതിനാൽ 2 രാജപത്നിമാരും പകുതി കുട്ടികളെ വീതമാണ് പ്രസവിച്ചത്. ദുഃഖിതനായ ബൃഹദ്രഥൻ ആ 2 മാംസപിണ്ഡങ്ങളെയും ദൂരെ വനത്തിൽ ഉപേക്ഷിച്ചു. അവിടെ പാർത്തിരുന്ന ജര എന്നു പേരുള്ള ഒരു രാക്ഷസി മാംസപിണ്ഡങ്ങളെ ചേർത്ത് വെച്ചപ്പോൾ അത് ഒരു മനുഷ്യക്കുഞ്ഞായി കരച്ചിൽ ആരംഭിച്ചു. പുത്രദുഃഖത്താൽ വിവശനായ ബൃഹദ്രഥനെ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് രാക്ഷസി നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. രാജ്ഞിമാരുടെ ഗർഭത്തിലുണ്ടായ ആ മാംസപിണ്ഡങ്ങളെ ജര സന്ധിപ്പിച്ചതിനാൽ രാജാവ് തൻ്റെ പുത്രന് ജരാസന്ധൻ എന്ന് നാമകരണം നടത്തി. കാലക്രമേണ അജയനായ രാജാവായി തീർന്ന ജരാസന്ധൻ തൻ്റെ മകളെ മധുരാപുരിയിലെ രാജാവായ കംസന് വിവാഹം ചെയ്തു കൊടുത്തു. കംസനെ കൊന്ന എന്നോട് ജരാസന്ധന് കടുത്ത ശത്രുതയാണ്. ഭീമാർജുനന്മാർ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ ജരാസന്ധനെ വധിച്ച് രാജസൂയ നിർവഹണം നമുക്ക് സുഖപ്രദമാക്കാം. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട പാണ്ഡവർക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജരാസന്ധ വധത്തിനായി ഭീമനും പാർത്ഥനും സന്തോഷപൂർവ്വം കൃഷ്ണനോടൊപ്പം യാത്രയായി. ബ്രാഹ്മണരുടെ വേഷത്തിൽ മഗധയുടെ തലസ്ഥാനമായ ഗിരിവജ്രത്തിലെത്തിയ കൃഷ്ണ ഭീമാർജുനന്മാർ ജരാസന്ധൻ നൽകിയ സൽക്കാരങ്ങളൊന്നും സ്വീകരിച്ചില്ല. മറിച്ച് തങ്ങളിൽ ഒരാളോട് ദ്വന്ദ്വയുദ്ധത്തിന് വരണമെന്ന് ജരാസന്ധനോട് അവർ ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ തടുമിടക്കുള്ള ഭീമനെയാണ് ജരാസന്ധൻ ദ്വന്ദ്വയുദ്ധത്തിനായി തിരഞ്ഞെടുത്തത്. ഭീമനും ജരാസന്ധനുമായി നടന്ന കടുത്ത ദ്വന്ദ്വയുദ്ധം 14 ദിവസത്തോളം നീണ്ടുനിന്നു. ഒടുവിൽ ഭീമൻ ജരാസന്ധനെ 2ആയി വലിച്ചു കീറി കാലപുരിക്ക് അയച്ചു. ജരാസന്ധ വധത്തിനു ശേഷം അവിടെ തടവിലായിരുന്ന രാജാക്കന്മാരെയെല്ലാം മോചിപ്പിച്ച് ജരാസന്ധ പുത്രനായ സഹദേവനെ മഗധയിലെ രാജാവായി കൃഷ്ണൻ വാഴിച്ചു.